അല്ല വേണ്ടത്. കിട്ടുന്ന ഫണ്ട് കൃത്യമായി ചെലവഴിക്കണം. ബീഹാറെന്നും കേരളമെന്നും ബജറ്റിൽ വേർതിരിച്ച് കണ്ടിട്ടില്ല. 2024 ജൂൺ വരെ ഈ ദുരന്തവും രാജ്യത്തെ മറ്റു ദുരന്തവും ഒറ്റക്കെട്ടായിരുന്നു. ഇപ്പോൾ അതിലെ രണ്ട് ദുരന്തങ്ങൾ പരസ്പരം ഡൽഹിയിൽ അടിക്കുന്നു. 2047 ഇന്ത്യ വികസിത രാജ്യം ആകും എന്നത് പറഞ്ഞാൽ നടപ്പാക്കുന്ന കാര്യമാണ് എന്നും ധനമന്ത്രി അവതരിപ്പിച്ച ബജറ്റ് അതിലേക്കുള്ളതാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ചില പോരായ്മകളുണ്ടായെങ്കിലും അതിനെയെല്ലാം പരിഹരിച്ചുള്ളതാണ് 2025-26 ബജറ്റെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു. പാലക്കാട് എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാല പദ്ധതി നിർത്തിവെക്കണമെന്ന് LDFിലെ ഘടകകക്ഷിയായ RJD ആവശ്യപ്പെട്ടു. എലപ്പുള്ളി മദ്യനിർമ്മാണശാല അനുമതി അംഗീകരിക്കാൻ കഴിയില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ മദ്യനയം ഇതുവരെയും ചർച്ച ചെയ്തിട്ടില്ല. മദ്യാസക്തി കൂട്ടുന്ന നയത്തോട് യോജിപ്പില്ല എന്നും അടിയന്തരമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോഗം വിളിക്കണമെന്നും RJD ജനറൽ സെക്രട്ടറി വർഗീസ് ജോർജ് പറഞ്ഞു. LDFിൻ്റെ ഒരു നയമായിട്ടത് മാറണമെങ്കിൽ ആദ്യം LDFിൽ ഒരു ഡ്രാഫ്റ്റ് കൊണ്ടുവരും. ആ ഡ്രാഫ്റ്റ് കൊണ്ടുവരുമ്പോൾ ഞങ്ങളുടെ ഘടകകക്ഷികൾ അതിൽ അഭിപ്രായം പറഞ്ഞ് ആ ഡ്രാഫ്റ്റ് ഫൈനലൈസ് ചെയ്ത് അത് പോളിസിയാക്കും. അങ്ങനെയാണ് LDFിൻ്റെ പോളിസി രൂപപ്പെടുന്നത്. എന്നാൽ ഈ എക്സൈസ് പോളിസി LDFിൽ ചർച്ച ചെയ്തിട്ടില്ല. അങ്ങനെ ചർച്ച ചെയ്യാത്ത ഒരു എക്സൈസ് പോളിസിയുടെ അടിസ്ഥാനത്തിൽ അത് നേരെ ക്യാബിനറ്റിലേക്ക് പോവുകയും തുടർന്ന് മന്ത്രിതല തീരുമാനം എടുക്കുകയുമാണ് ചെയ്തത്. ഇത് നമുക്ക് സ്വീകാര്യമല്ല. അതോടൊപ്പം തന്നെ മദ്യം ഈ സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്നതിന് കൊടുത്ത ആ പുതിയ ഒരു പ്രോജക്റ്റ് അതിനെയും പാർട്ടി അംഗീകരിക്കുന്നില്ല. നടനും MLAയുമായ മുകേഷിനെതിരായ ലൈംഗിക പീഡന പരാതിയിൽ പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു. ആലുവ സ്വദേശിയായ നടിയുടെ പരാതിയിൽ മുകേഷിനെതിരെ ഡിജിറ്റൽ തെളിവുകളും സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും ലഭിച്ചിട്ടുണ്ട് എന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. താരസംഘടന അമ്മയിൽ അംഗത്വം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചെന്ന ആലുവ സ്വദേശി നടിയുടെ പരാതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. നടി ആരോപിച്ച കുറ്റം തെളിഞ്ഞതായും കുറ്റപത്രത്തിൽ പറയുന്നു. പരാതിക്കാരിയുമായി നടത്തിയ വാട്സ്ആപ്പ് ചാറ്റുകളും ഇമെയിൽ സന്ദേശങ്ങളും തെളിവുകളായുണ്ട്. സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും